ഹായ് ഫ്രണ്ട്സ്, പാർട്ട് 1ൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് നോക്കാം രാജസ്ഥാൻ സമതലം. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായി തരംതിരിക്കാം. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. സാംബാർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായ ഒരു സമതലമായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്ക് കിഴക്കുമായും വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. യമുനാതീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ കിഴക്കൻ അതിര് യമുനാ നദിയാണ്. റോസ് കളറിൽ കാണുന്നതാണ് പഞ്ചാബ് ഹരിയാന സമതലം. അതിൻ്റെ കിഴക്കൻ അതിര് യമുനാ നദി. യമുനാ നദി കണ്ടല്ലോ, റെഡ് കളറിൽ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിൻ്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. പഞ്ചാബ് 5 നദികളുടെ നാടെന്നും അറിയപ്പെടുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായി തരംതിരിച്ചിരിക്കുന്നു. ദോബുകൾ എന്നാൽ പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ. ദോബുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിന്ധ് സാഗർ ദോബ്, ചാച്ച് ദോബ്, രച്ന ദോബ്, ബാരി ദോബ്, ബിസ്ത് ദോബ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പഞ്ചാബ് ഹരിയാന സമതലത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് നോക്കാം ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിൻ്റെ പൊതുവായ ചെരിവ് കിഴക്കോട്ടും തെക്കു കിഴക്കോട്ടുമാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഗംഗാ സമതലത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. 1 ഉപരിഗംഗാ സമതലം, 2 മധ്യഗംഗാ സമതലം, 3 കീഴ്ഗംഗാ സമതലം. ഇത്രയുമാണ് ഗംഗാ സമതലത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.